عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മളൊക്കെ റമദാൻ മാസത്തിലാണ്. ആ മാസം കഴിയാറായി. 23 നോമ്പ് കഴിഞ്ഞു. റമദാൻ മാസം പ്രത്യേകിച്ച് ഖുർആൻ്റെ മാസമാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസമായത് അതിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ മാർഗദർശനം, സത്യാസത്യ വിവേചന മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ സത്യാസത്യ വിവേചനം, ഫുർഖാൻ, കാര്യങ്ങൾ വിസ്തരിച്ച് പഠിപ്പിക്കുന്ന ഖുർആൻ അള്ളാഹു ഇറക്കിയ മാസം. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നമ്മൾ ഈ ഖുർആനിനോടുള്ള സമീപനം എന്താണ്? ഖുർആൻ നമ്മളെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്? ഖുർആൻ നമ്മളെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ അഖ്ലാഖിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ എടുക്കൽ കൊടുക്കലുകളിൽ എന്തുകൊണ്ട് സ്വാധീനിക്കുന്നില്ല? എന്തുകൊണ്ട് ഖുർആൻ പഠനമാകുന്നില്ല? എന്തുകൊണ്ട് ഖുർആൻ തിലാവത്ത് യഥാർത്ഥ രൂപത്തിലാകുന്നില്ല? എന്താ കാരണം? നമ്മുടെ അശ്രദ്ധയാണ്. ഹീഡ്ലെസ് മൈൻഡ്. നമ്മൾ മൈൻഡ്ഫുൾ അല്ല. റമദാൻ മാസത്തിൽ പോലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതും ഖുർആൻ്റെ പാരായണ ശാസ്ത്രമായ തജ്വീദ് നിയമങ്ങളൊന്നും പാലിക്കാതെ സ്പീഡിൽ ഓതുന്നു, ഖത്തം തീർക്കുന്നു, അശ്രദ്ധയിൽ ഓതുന്നു, അതിൻ്റെ ആശയം മനസ്സിലാകുന്നില്ല, ഖുർആൻ എന്തിനു വേണ്ടിയാണോ ഇറങ്ങിയത് മനസ്സിലാകുന്നില്ല, അതിലൂടെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ആയിഷ അള്ളാൻ പറഞ്ഞത് കാന ഖുലുഖുഹു ഖുർആൻ. പ്രവാചകരുടെ സ്വഭാവം ഖുർആനായിരുന്നു. ആ പ്രവാചകരെ പരിപൂർണമായും അനുധാവനം ചെയ്ത സഹാബത്തെ കിറാമിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മുടെ സ്വഭാവം, ഈ റമദാൻ മാസത്തിലൂടെ നമ്മുടെ സ്വഭാവം ഖുർആൻ കാണിച്ചു തരുന്ന ആ മാർഗദർശനത്തിലൂടെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഖുർആൻ ഫലിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഖുർആൻ അർത്ഥം മനസ്സിലാക്കാതെ ഓതിയാലും ഖുർആൻ പ്രതിഫലമുണ്ട്. ലോകത്തുള്ള ഒരേ ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഖുർആൻ. അത് അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ഓരോ ഹർഫിനും 10 നന്മയുണ്ട്. ആ നേരത്തെ നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, അള്ളാഹ് സ്വീകരിക്കുമാറാക്കട്ടെ. പക്ഷേ ആ ഖുർആൻ പരിപൂർണമായ അർത്ഥത്തിൽ നമ്മളെ സ്വാധീനിക്കാതെയുള്ള ഓത്താണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഹക്ക തിലാവത്തി, ഓതിക്കൊണ്ട് ഖുർആനെ ഫോളോ ചെയ്യണം എന്നാണ്. ഖുർആൻ എങ്ങനെയാണോ ഓതുന്നത് അതേ നിലയ്ക്ക് ഖുർആനെ ഫോളോ ചെയ്യണം. ഖുർആൻ ഇറക്കിയത് ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. ഖുർആൻ ഏതാണ്ട് ഒരു 7-8 പ്രാവശ്യം തഅഖിലൂൻ എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി. ഖുർആൻ അള്ളാഹു അറബി ഭാഷയിൽ ഇറക്കിയത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആസ് ടു അണ്ടർസ്റ്റാൻഡ്. എന്തുകൊണ്ട് അറബി ഭാഷ ലോകത്ത് ഏറ്റവും ഡെവലപ്ഡ് ഭാഷയാണ് അറബി. ഏറ്റവും കൂടുതൽ സിനോണിംസ്, പര്യായങ്ങളുള്ള ഭാഷ അറബി. ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ ഭാഷ അറബി. അതുകൊണ്ട് തന്നെയാണ് അറബി അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് മറ്റു ഭാഷയിൽ അത് ഇറക്കിയില്ല? മറ്റു ഭാഷകളൊക്കെ എന്താണ്? പൂറാണ്. മറ്റു ഭാഷകളൊക്കെ ആശയം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ അത്ര പര്യാപ്തമല്ല, അടുത്തടുത്തുണ്ടായ ഭാഷകളാണ്. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആൻ ഇറങ്ങിയ ഭാഷ അറബി അജയ്യമാണ്. അത് ഖുർആനിലൂടെ അജയ്യമായിട്ടുണ്ട്. ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങളിൽ സംസാര ഭാഷ, അതുപോലെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. ലോകത്ത് 4ാമത്തെ ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ് അറബിക്. എന്തിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അറബിയിൽ ഖുർആൻ ഇറക്കി? ആ ഖുർആൻ്റെ മാധുര്യം അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ ഉള്ള ഭാഷ അറബി മാത്രമാണ്. അതുപോലെ അല്ലക്കും താക്കിലും ചിന്തിച്ചുകൊണ്ട് ഖുർആൻ നമ്മൾ ഓതുമ്പോൾ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചോളം അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ അർത്ഥം നമ്മൾ ഇഷ്ടപ്പെടുന്ന തഫ്സീർ നോക്കി ഒരു പ്രാവശ്യമെങ്കിലും
അറ്റ്ലീസ്റ്റ് നമ്മൾ ഓതുന്ന ഖുർആൻ ചെറിയ ചെറിയ സൂക്തങ്ങൾ അറ്റ്ലീസ്റ്റ് അൽ ബഖറയെങ്കിലും ഒരു പ്രാവശ്യം അർത്ഥം അറിഞ്ഞ് ഓതാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ ഓതി കുറേ കാലം കഴിഞ്ഞ് പിന്നെയും ഓതി മരിക്കോളം ഓതി, പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വലിയൊരു പോരായ്മയാണല്ലോ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് വെച്ച് നടത്തുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന ഒരു ശിക്കായത്തുണ്ട്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. വഖാല റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ റബ്ബ്, അള്ളാഹുവേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ ഈ സമൂഹം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി സമൂഹം ഏതാ? മൊത്തത്തിൽ മനുഷ്യകുലമാണ്. ഉമ്മത്തുൽ മുസ്തജാബ, പ്രവാചകർക്ക് ഉത്തരം നൽകിയ സമൂഹം, ഉത്തരം നൽകാത്ത സമൂഹം, ലോകത്ത് മൊത്തമുള്ള മനുഷ്യർ, അവർ ഈ ഖുർആനെ ഒഴിവാക്കിയിരിക്കുന്നു. ഉത്തരം ചെയ്ത് നമ്മൾ തന്നെ ഒഴിവാക്കിയിരിക്കുന്നു. റമളാൻ മാസത്തിൽ നമ്മൾക്ക് റമളാൻ മാസത്തിൽ കൊടുക്കേണ്ട ബഹുമാനം പോലും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ ആർത്തി, ആഹാരത്തോടെ ആർത്തി, തിന്നാനുള്ള ആർത്തി കാരണം റമളാൻ മാസം വികലമാക്കപ്പെടുകയാണ്. എത്രയോ അമുസ്ലിം ബുദ്ധിജീവികൾ, ഈ മുസ്ലിങ്ങളാണ് റമളാൻ മാസത്തെ മലീമസമാക്കുന്നതെന്ന് അവരുടെ നിരീക്ഷണം. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് അവിടുത്തെ ഒരു കാര്യമായ ഒരു ബീച്ചിൽ അവിടെ ഏറ്റവും വൃത്തികേടാക്കിയത് ഇഫ്താർ പാർട്ടിയാണ്. ജനങ്ങൾക്ക് പോകേണ്ട വഴിയിൽ കച്ചറകൾ നിക്ഷേപിക്കുകയാണ്. ജനങ്ങൾക്ക് പോകുന്ന വഴിയിൽ ജനങ്ങൾ നടക്കുന്ന അവർ ഉപയോഗിക്കുന്ന വഴിയിൽ കച്ചറെടുത്ത് മാറ്റാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സമൂഹം, അത് ഈമാൻ്റെ ഭാഗമാണ് പഠിപ്പിച്ച സമൂഹം, കച്ചറകളെ കൊണ്ട് മലീമസമാക്കുകയാണ്. നാടും പിന്നെ പരിസരങ്ങളും സിറ്റിയും എന്തുകൊണ്ട് തിന്നാൻ മാത്രം ജീവിച്ച ഈ റമളാൻ മാസത്തെ മന്ത് ഓഫ് ഫീസ്റ്റാക്കാൻ വേണ്ടി തീരുമാനിച്ച ബലഹീനരായ, ഈമാൻ സ്വാധീനിക്കാത്ത നമ്മളെപ്പോലത്തെ ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം. മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, തിർ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് പറന്നു പോകണം, ബിജനാഹൈ, രണ്ട് ചിറകുകൾ കൂടി. ഒന്ന് ഖുർആൻ വസുന്നത്ത് റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് ഖുർആൻ, പിന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത്. ഖുർആൻ എല്ലാ മനുഷ്യരുടെയും ഹൃദയം സ്വാധീനിക്കാൻ സാധിക്കണം. എത്രയോ അമുസ്ലിമീങ്ങൾ ഖുർആൻ്റെ പരിഭാഷ പഠിച്ചിട്ടാണ് മുസ്ലിമായത്. നമ്മൾ ഖുർആൻ്റെ വക്താക്കളാണ്, സാഹിബുൽ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പറ്റി ആയിരിക്കും പരലോകത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ആ കംപ്ലൈൻറ്റിൽ, ആ ശിക്കായത്തിൽ നമ്മളെപ്പറ്റി ആയിരിക്കും എന്ത്? എൻ്റെ സമൂഹം ഈ ഖുർആനെ ഒഴിവാക്കിയിരിക്കുന്നു. പ്രഗത്ഭരായ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, മറ്റ് പണ്ഡിതന്മാർക്ക് പറയുന്നുണ്ട് എന്താണ് മഹ്ജൂർ, എന്താണ് ഖുർആൻ ഒഴിവാക്കൽ. ഖുർആനെ ഒഴിവാക്കെന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കാണ്ടിരിക്കൽ. ശരിക്കും പാരായണം ചെയ്യാൻ അറിയില്ല, ഫാത്തിയ പോലും അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 50-60 വയസ്സ് ആൾക്കാർ. ഖുർആനിൽ നിർബന്ധമായിട്ട് ഓതിരിക്കേണ്ട 17 പ്രാവശ്യം നിർബന്ധമായും ഓതിരിക്കേണ്ട ഫാത്തിയ പോലും ശരിക്കും ഓതാനോ ചെറിയ സൂറകൾ പോലും ശരിക്കും ഓതാൻ അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ അങ്ങ് കടന്നു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എന്നുള്ള ധാരണയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫാത്തിയ ശരിക്കും ഓതാൻ അറിയില്ല, ഓതുമ്പോൾ ആ ഓതിൻ്റെ മര്യാദയില്ല, ഓതുമ്പോൾ തദബ്ബുറില്ല, തഅഖ്ഖുലുമില്ല, തഫക്കറുമില്ല, ചിന്തിക്കുന്നില്ല, ആ ഓതിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്നില്ല. നമുക്കറിയാം പലിശയെപ്പറ്റി ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പലിശ ഒഴിവാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലിശ ഒഴിവാക്കുന്നില്ലെങ്കിലോ നിങ്ങൾ അള്ളാഹുമായി ശത്രു പ്രഖ്യാപിച്ച കൂട്ടരാണ്, അള്ളാഹുമായി യുദ്ധം ചെയ്യുന്ന കൂട്ടരാണ്. നമ്മൾ ഈ ആത്ത് ഓതും, എന്നിട്ടോ വണ്ടി പലിശക്ക് വാങ്ങും. നമ്മുടെ ഇടപാടുകൾ പലിശ പലതുമുണ്ട്. നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ല, നമ്മൾ സ്വാധീനിക്കുന്നില്ല ഖുർആൻ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആൻ അതിൻ്റെ ആശയമായ സുന്നത്ത് ഒഴിവാക്കിയ കൂട്ടരാണ് ഈ സമൂഹം. എന്താണ് മഹ്ജൂർ? ഈ പറയപ്പെടുന്ന ഖുർആൻ്റെ ആശയങ്ങൾ, ഖുർആൻ്റെ കൽപ്പനകൾ, ഖുർആൻ്റെ മൂല്യങ്ങൾ, സനാതനധർമ്മങ്ങൾ, ധർമാധർമ്മങ്ങൾ, ഖുർആൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ മാർഗദർശനം അവർ സ്വായത്തമാക്കുന്നില്ല. ഖുർആൻ പറയുന്നു, കുലു വഷ്റബു വലാ തുസ്രിഫു, തിന്നണം കുടിക്കണം, പക്ഷേ ഇസ്രാഫ് ചെയ്യരുത്. നമ്മൾ ഇസ്രാഫിൽ മുൻപന്തിയിലാണ്. റമളാൻ മാസം പ്രത്യേകിച്ച് ഇസ്രാഫിൽ മുൻപന്തിയിലാണ്. നമ്മൾ എത്ര കഴിച്ചിട്ട് നമ്മൾ ആഗ്രഹം തീരുന്നില്ല. നോമ്പ് തുറന്ന് നമസ്കരിക്കാൻ സമയമില്ല,
നമ്മൾ ഓരോ സിറ്റിയും പോയി നോക്കണം. മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രത്യേകിച്ച് കാസർഗോഡ് ഏരിയകളിൽ മുസ്ലിം ആണും പെണ്ണും തിന്നാൻ വേണ്ടി അവിടെ ലയനിക്കുകയാണ്. തിന്ന് മുടിയുകയാണ്. മാറ്റങ്ങൾക്ക് വിധേയരാകുന്നില്ല. നോമ്പ് ഫലിക്കുന്നില്ല. എപ്പോഴാണ് ഫലിക്കൽ? ആ ഖുർആൻ ശരിക്കും മനസ്സിലാകുമ്പോൾ, ഹൃദയസ്പർശിയായ ഖുർആൻ തിലാവത്തുണ്ടാകുമ്പോൾ മാത്രമേ അത് ഫലിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ മഹ്ജൂർ ആ ഖുർആൻ ഒഴിവാക്കിയിരിക്കുന്നു എന്നതിൽ 5 കാറ്റഗറി ഉണ്ട്. ഒന്ന്, ശരിക്ക് പഠിക്കുന്നില്ല, ഖുർആൻ പഠിക്കുന്നില്ല. 50, 60, 70 വയസ്സായി മരിക്കാനായി ഓതാൻ പഠിച്ചിട്ടില്ല. പെണ്ണുങ്ങളും പഠിക്കുന്നില്ല. പെണ്ണുങ്ങളൊക്കെ ടി വിയുടെ മുമ്പിൽ ചില ആത്മീയ കാര്യങ്ങളൊക്കെ ബിസിയാണ്. ഖുർആൻ പഠിക്കുന്നില്ല. ഖുർആൻ സ്പീഡിൽ ഓതും. അത് കുട്ടികൾ പഠിച്ചോളും. കുട്ടികൾ മദ്രസ ആക്കണമല്ലോ, അവർ പഠിച്ചോളും. നമുക്ക് പഠിക്കേണ്ടതില്ല. നമുക്ക് വേറെ ആത്മീയമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ആ നിലക്കാണ് ഒരു പെണ്ണുങ്ങൾ നാട്ടിലെ അവസ്ഥ. ആണുങ്ങളാണെങ്കിലോ അവർ കച്ചവടത്തിൽ പണത്തിന് പിന്നിൽ ബിസിയാണ്. പള്ളിയിൽ സ്പീഡിൽ പോയി നിസ്കരിച്ച് വരും. റാഹത്തായി മാഷാ അല്ലാ, നല്ല നോമ്പ് തറ, നല്ല ഫുഡ്, നല്ലൊരു സ്പീഡ് നിസ്കരിച്ച് തറാവി. ഈ ധാരണയാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുന്നില്ല, ഖുർആൻ ശരിക്കും ഓതുന്നില്ല, ഖുർആൻ അർത്ഥം മനസ്സിലാക്കുന്നില്ല, ഖുർആൻ്റെ ആശയം മനസ്സിലാക്കുന്നില്ല, ഖുർആനിലൂടെ ഇസ്തിഷ്ഫാ, ഖുർആനിലൂടെ ഷിഫ ആഗ്രഹിക്കുന്നില്ല. മനസ്സിനെ മലീമസമാക്കുന്ന പല അസുഖങ്ങളുമുണ്ട്. റിയാ, കിബർ, ഹസദ്, കുഫർ, ഷിർക്ക്, ബിദ്അത്ത്, ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങൾ പോലെ നടക്കുകയാണ്. നമ്മൾ ഖുർആൻ പാരായണം, നമ്മൾ ഈ ഓത്ത് കൊണ്ട് ഖുർആൻ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നില്ല. നമ്മുടെ അനാരോഗ്യം, നമ്മൾ അസുഖം മാറുന്നില്ല. നമ്മൾ അസുഖം പേര് നടക്കുന്ന കൂട്ടരാണ്. ഖുർആൻ്റെ കൽപ്പനയെ ധിഖരിച്ചത് കൊണ്ട് എല്ലാ നിലക്കുമുള്ള മാനസികമായ അസുഖം, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഗട്ട് പ്രോബ്ലം, മൈൻഡ് പ്രോബ്ലം, എല്ലാ പ്രോബ്ലംസുമുള്ള ഒരു ഉത്തമ സമൂഹമാണ് നമ്മൾ. എന്തുകൊണ്ടാണ്? നമ്മൾ ഖുർആനെ വലിച്ചെറിഞ്ഞു. ഖുർആൻ പഠിക്കേണ്ട പോലെ പഠിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന 5ഓളം കാര്യങ്ങൾ, അവസാനത്തെ കാര്യം, ഈ ഖുർആൻ നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾക്ക് അള്ളാഹു നൽകിയത്, ആ ഖുർആൻ്റെ ദഅവത്ത്, ആ ഖുർആനിലേക്ക് ആൾ ക്ഷണിക്കുന്നില്ല. നമുക്ക് എവിടും സമയം, നമുക്ക് തിന്നാൻ സമയം മതിയാകുന്നില്ലല്ലോ. ഈ ഖുർആൻ്റെ ആശയം, നമ്മൾ കദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മതൻ വസത, ഒരു മധ്യമ സമൂഹം, ഒരു മോഡറേറ്റ് സൊസൈറ്റി ആക്കി വെച്ചത് എന്തിനാണ്? ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് മാതൃകയാവാൻ വേണ്ടിയാണ്. നോമ്പിലൂടെ നല്ല മനുഷ്യനായി, നല്ല ഒരു വ്യക്തിയായി, സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒരു മാതൃകാ പുരുഷനായിക്കൊണ്ട് നമ്മളാണ് സാക്ഷികൾ, നമ്മളാണ് സത്യസാക്ഷികൾ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. നമ്മൾ സത്യസാക്ഷികൾ അല്ല എന്ന് തന്നെയാണ് മറ്റ് അമുസ്ലിമീങ്ങൾ സാക്ഷ്യപ്പെടും. പിന്നെ എങ്ങനെയാണ് അവർ? കുറേ കൂട്ടം മുസ്ലിമാനുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ മുസ്ലിമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ടല്ല, മറിച്ച് നമ്മൾ പേറി നടക്കുന്ന ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയിട്ട് ദഅവത്ത് നടത്തുന്നത് കൊണ്ടും, ഇപ്പോൾ നല്ല നല്ല പണ്ഡിതന്മാരും പ്രവർത്തകരും ദീനീ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ മുസ്ലിമാനുണ്ട്. പക്ഷേ ചണ്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്നും അമുസ്ലിമീങ്ങൾ മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഇവർ മാതൃകാ സമൂഹമല്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഖുർആൻ്റെ ഹക്ക്, ഖുർആന് കടമയുണ്ട്. അത് ശരിക്കും ഓതാൻ പഠിക്കണം, അതിൻ്റെ ആശയം മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അമൽ ചെയ്യണം, അതുകൊണ്ട് ഇസ്തിഷ്ഫ നടത്തണം, അത് ജനങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഖുർആൻ്റെ വക്താക്കൾ, അഹ്ലുൽ ഖുർആനായി മാറേണ്ടതുണ്ട്. അതിന് ഈ റമളാൻ മാസം നമ്മൾ അവസാനത്തെ 10 നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മളായിരിക്കും വിജയികൾ. അല്ലെങ്കിൽ വളരെ പരാജയപ്പെട്ട കൂട്ടരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് നല്ല ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന യഥാർത്ഥ വിശ്വാസമായി ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.